എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ധൃതരാഷ്ട്രോട് സഞ്ജയൻ വീണ്ടും പറയുകയാണ്, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, വില്ലാളി വീരനായ കാശി രാജാവ്, മഹാരഥനായ ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, വിരാട രാജാവ്, അജേയനായ സാത്വികി, ദ്രുപദൻ കൂടാതെ പാഞ്ചാലിയുടെ 5 മക്കളും മഹാബാഹുവായ അഭിമന്യുവും എല്ലായിടത്തു നിന്നും അവരുടേതായ ശംഖുകൾ മുഴക്കുവാൻ തുടങ്ങി. ആ ശംഖനാദം കൊണ്ടുണ്ടായ കോലാഹല ശബ്ദം ആകാശത്തെയും ഭൂമിയെയും മാറ്റൊല്ലി കൊള്ളിച്ചുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു. മലയാള പരിഭാഷ. കാശി രാജാവ് ശിഖണ്ഡി, മഹാരഥൻ ദ്രുപദ രാജാപുത്രനാം ദൃഷ്ടദ്യുമ്നനും, പാണ്ഡവർക്കാശ്രയമായ വിരാടനും, തോൽവിയെ കാണാത്ത സാത്യകി പിന്നെയും, പാഞ്ചാല രാജാ ദ്രുപദ മഹാരഥൻ, ദ്രൗപദി തന്നെ പുത്രരും, പിന്നെ സുഭദ്രാ തനയരും വെവ്വേറെ തന്നെ ശംഖുമുഴക്കുന്ന നാദത്തെ കേൾക്ക നീ. ഒന്നിച്ചു പൊങ്ങുന്നൊരീ ശംഖനാദങ്ങൾ ആകാശഭൂമി നിറഞ്ഞങ്ങു ചെന്നിട്ടു. നിന്നുടെ പുത്ര മഹാരഥന്മാരവർ തന്നെ ഹൃത്തു പിളർക്കുന്ന കാൺക നീ. ഇന്ന് ഗുരുപൂർണിമാ ദിനം. സമസ്ത ഗുരുക്കന്മാരുടെ അനുഗ്രഹം സദാ തുണയായി ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പനും ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമി സദാ അനുഗ്രഹിക്കട്ടെ. വേദവ്യാസ മഹർഷിക്കും എൻ്റെ സദാ പ്രണാമം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം.